ഗോതമ്പ് പൊടിയും 2 പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂറിൽ തന്നെ നല്ല ആവിയിൽ വേവിച്ചെടുത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചായക്കടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 റോബസ്റ്റ പഴം വേണം. ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പഴം എടുക്കുമ്പോഴത്തേക്ക് നല്ല പഴുത്ത പഴം നോക്കി വേണം എടുക്കാനായിട്ട്. ഇനി ഈ 2 പഴവും നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് ശർക്കര ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടിയും നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ചെറുകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ അളവ് നെയ്യിൽ കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു കഷ്ണം വാഴയിലയിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ടൊന്ന് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ മടക്കിയെടുത്തിട്ടുള്ള എല്ലാ മാവും നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ചതിന് ശേഷം 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.